നേപ്പാളിലേക്ക് തീർത്ഥയാത്ര പോയ പൊന്നാനി സ്വദേശികളായ നാലംഗ കുടുംബത്തെ കാണാനില്ലെന്ന് പരാതി. ഓസ്ട്രേലിയൻ പൗരത്വമുള്ള പൊന്നാനി തൃക്കാവ് സ്വദേശി ശ്രീധരൻ അയ്യരെയും കുടുംബത്തെയുമാണ് കാണാതായത്. ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷദ്, രുദ്ര എന്നിവരെക്കുറിച്ചാണ് വിവരമില്ലാത്തത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന് 3 മണിക്കൂർ മുൻപാണ് കുടുംബം അവസാനമായി ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെട്ടത്. കഴിഞ്ഞ 21-നാണ് ഇവർ ഓസ്ട്രേലിയയിൽ നിന്ന് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ എത്തിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, ഈ കുടുംബവുമായി എപ്പോഴാണ് അവസാനമായി സംസാരിച്ചത്? അതിനുശേഷം എത്ര ദിവസമായി ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല? ഇവരെ കണ്ടെത്തുന്നതിന് എന്ത് നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതുപോലെ സംസ്ഥാന ഗവൺമെന്റുമൊക്കെ ആരംഭിച്ചിരിക്കുന്നത്? രഞ്ജിത്തമ്പാടി, ലോകം മുഴുവൻ നേപ്പാളിലെ ഈ ദുരന്തത്തിൽ ആശങ്ക കൊണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് അടക്കമുള്ള നിരവധി ആളുകളെ നേപ്പാളിൽ ഇത്തരത്തിൽ കാണാതായി എന്നുള്ള വാർത്ത വരുന്നത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നുള്ള 4 പേരെയും ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട്. പൊന്നാനി തൃക്കാവ് സ്വദേശികളായ ശ്രീധരൻ അയ്യർ, അവരുടെ ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷദ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഇക്കഴിഞ്ഞ 21-നാണ് ഇവർ നേപ്പാളിലേക്ക് പോയി തീർത്ഥയാത്ര പുറപ്പെടുകയായിരുന്നു. ഈ ഒരു പ്രളയം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുൻപ് ഇവർ ബന്ധുക്കളെ വിളിച്ചിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ സംഭവം നിലവിൽ ഇവരുടെ രക്ഷിതാക്കൾ അറിഞ്ഞിട്ടില്ല. ഇവരെ കാണാനില്ല എന്നുള്ള വസ്തുത ഇവരുടെ രക്ഷിതാക്കൾ അറിഞ്ഞിട്ടില്ല. ഇവരുടെ ബന്ധുക്കളെ ഇവർ ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുൻപ് വിളിച്ചിരുന്നു. അതിന് 1.5 മണിക്കൂർ മുൻപ്, അതായത് ഈ പ്രളയം ഉണ്ടാകുന്നതിന് 1.5 മണിക്കൂർ മുൻപാണ് ഇവർ താമസിച്ചിരുന്ന ആ ഒരു ഹോട്ടലിൽ നിന്നും അവർ ചെക്ക് ഔട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ തുടരുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയൻ എംബസിയുമായും ഇന്ത്യൻ കമ്മീഷണറുമായും എല്ലാം തന്നെ ഭരണാധികാരികൾ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ നിലവിൽ സുരക്ഷിതരാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവർ ഈ ഒരു പ്രളയം ഉണ്ടായിരുന്നതിന് കാലങ്ങൾ അപ്പുറത്തായിരുന്നു ഇവർ എത്തിയിരുന്നത് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പല ഇടങ്ങളിലും ഈ ഒരു വൈദ്യുതി ബന്ധം തകരാറിലായതും നെറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നു. നേപ്പാളിനെ നടുക്കിയ ആ ദുരന്തത്തിൽ, ആ മിന്നൽ പ്രളയത്തിൽ നിരവധി ഇന്ത്യക്കാരും അതുപോലെ നിരവധി മലയാളികളും പെട്ടുപോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഭീതിതമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ മലപ്പുറത്തു നിന്നുള്ള 4 കുടുംബാംഗങ്ങളെ കാണാതായിരിക്കുന്നു.